Lights, camera, action. I see you looking at my PIC. I know. 그게 땡겨 전더 땡겨봐봐 기동 차지. Zoom in, zoom out, okay. Zoom in, zoom out, okay. Zoom in, zoom out, okay. Baby 확 가게 확대 확실하게. I feel like $1,000,000, yeah. Must be that $1,000,000, yeah. 오늘따라 빛이 나. മകരക്കൊയ്ത്തു വന്നല്ലോ മലഞ്ചെരുവിൽ മംഗമാർക്കിന്നുത്സവമല്ലോ ഹിമാദ്രിസുതേ പാഹി മാ വരദേ പരദേ വദേ ഹിമാദ്രിസുതേ പാഹി മാ വരദേ പരദേ വദേ ഹിമാദ്രിസുതേ പാഹി മാ വരദേ ജം ജം തും കിട്ടണം കിട്ടട ജം ജം തല്ലലം മൂളും കാറ്റേ പുല്ലാനി കാട്ടിലെ കാറ്റേ തല്ലലം മൂളും കാറ്റേ പുല്ലാനി കാട്ടിലെ കാറ്റേ കന്നിവയൽ കാറ്റേ നീ കൺമണിയേ ഉറക്കാൻ വാ. നൃത്തം ആരംഭിക്കട്ടെ. കദളിവാഴക്കൈയിലിരുന്ന് കാക്കയിന്ന് വിരുന്ന് വിളിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ. മാറനാണേ വരുന്നതെങ്കിൽ മാറനാണേ വരുന്നതെങ്കിൽ മല്ലപ്പത്തിരി വയ്ക്കണം. മാവ് വേണം, വെണ്ണ വേണം, പൂവാലി പശുവേ പാൽ തരണം. കേളി മുരളികയിൽ അനുരാഗനാളി മുരളികയിൽ വൃന്ദാവനമൃതുസാരംഗമായി ഞാൻ വ്രീളാലോ
സഖിയേ ഇന്ത വേളയിൽ ജാലം ചെയ്യാതെ എന്തൻ സഖിയേ ഇന്ത വേളയിൽ ജാലം ചെയ്യാതെ എന്തൻ സഖിയേ ഇന്ത ദിന്ദിന തനതന ദിന്ദിന തനതന ദിന്ദിന തനതന ദിന്ദിന ദിന്ദിന തനതന ദിന്ദിന തനതന ദിന്ദിന തനതന ദിന്ദിന കഥ പറയും കാവേരി കുളിരൊഴുകും കാവേരി കഥ പറയും കാവേരി കുടിലൊഴുകും കാവേരി അപുണ്യനദീതൻ തീരത്തുള്ളൊരു കാവേരിപ്പും പട്ടണത്തിൽ സർവാംഗ സുന്ദരിയായി സദ്ഗുണരൂപിണിയ ആടിപ്പാടുന്നൊരു സുന്ദരി. நறுமுகையே நறுமுகையே நீ ஒரு நாழிகை நில்லாய் செங்கனி ஊறிய வாய் திறந்து நீ ஒரு திருமொழி சொல்லாய் அற்றைத்திங்களன் நிலவில் கொற்ற பொய்கையாடுகையில் ஒற்றை பார்வை பார்த்தவனும் நீயா அற்றை திங்களன் நிலவில் நெற்றி கரள நீர் வடிய குற்ற பொய்கையாடியவள் நீயா. അരശന്റെ കൊട്ടാര കെട്ടിനു മുന്നിൽ കുടിൽ കെട്ടി ചെയ്തമ്മ സമരം തുടങ്ങി പത്രങ്ങളിലെല്ലാം പെരിയ വാർത്തയ ആട്ടരശൻ സീതയെ കാണാൻ വന്നു. ആദിവാസി ഭൂമി തിരിച്ചു നൽകാമെന്ന് ഉറപ്പവർ നൽകി സമരവും തീർന്നു. എങ്ങളെല്ലാം കാട്ടിലൊത്ത് പാട്ടവും പാട്ടുമായി കൊണ്ടാടും നേരം അരശനെ കാണുവാൻ എന്ന് ചൊല്ലി രണ്ടുപേർ കാട്ടിലേക്ക് സീതയെ കൊണ്ടുപോയി. തീർച്ചയായിട്ടും ഒന്ന് ആദ്യമായിട്ട് തന്നെ എന്നെ ഇതിലേക്ക് ക്ഷണിച്ച നിങ്ങളോട് ഞാൻ എൻ്റെ നന്ദി പറയുകയാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് വന്ന് കാണാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി ഞാൻ എടുത്തു പറയുമ്പം കുച്ചിപ്പുടിക്ക് ശരിക്കും ഒരുപാട് എൻട്രീസ് ഉണ്ടായിരുന്നു. യൂഷ്വലി ദുബായിൽ നമ്മൾ UAE അങ്ങനെ ഒരു എൻട്രീസ് കാണാത്തതാണ്. സോ കുച്ചിപ്പുടി എടുത്ത് പറയേണ്ടതാണ്. അതുപോലെ തന്നെ എല്ലാ ആർട്ടിസ്റ്റും എല്ലാ കുട്ടികളും വെൽ ടാലൻറ്റഡ് ആണ്. നമ്മൾ ജഡ്ജ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു കൺഫ്യൂസ്ഡാണ് എവിടെ എന്ത് കൊടുക്കണം എന്നുള്ളത്. അത്രയും നമുക്ക് ഒഴിക്കാൻ പറ്റാത്തത്ര ഇതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓർഗനൈസ് ചെയ്തതായാലും എല്ലാം വെൽ ഓർഗനൈസ്ഡ് ആണ്. നമുക്ക് അങ്ങനെ ഒരു ലാഗോ കാര്യങ്ങളോ ഇല്ല. വിചാരിച്ച സമയങ്ങളിലെല്ലാം കഴിയുന്നുണ്ട്. അതുപോലെ പാരൻസും എല്ലാം ഭയങ്കര അക്സെപ്റ്റബിളാണ് അവർ എല്ലാ റിസൾട്ടിനും. അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ അറിവിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളും ജഡ്ജ്മെൻറ്റ് പാനലിരിക്കുമ്പോൾ നമുക്കും അത് വളരെ അത് സന്തോഷമുള്ളൊരു കാര്യമാണ്. ఒళ్ళంత తుళ్ళింత వింత కవింత లేలా బాలా ఇరుక్కుపో హత్తుకొని వీరా వీరా
कन्ने गुट्टा कादल में कभी ज्योति ना हारी तेरी अपनी तकदीर का वो खुद सिकंदर हुआ रे. നമ്മളിവിടെ 8 വർഷമായി ഈ സോഹാർ കലോത്സവത്തിന് പങ്കെടുക്കുന്ന ഒരാളാണ്. എൻ്റെ മോളാണ് 8 വർഷമായിട്ടും പങ്കെടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ വർഷം ഈ ചെറിയ മോളും കൂടെ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പ്രൈസ് നേടിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ വളരെ നല്ല രീതിയിലുള്ള ഒരു സംഘാടക സമിതിയും അതുപോലെ ജഡ്ജ്മെൻ്റ് ആണെങ്കിൽ തന്നെ വളരെ നല്ല രീതിയിൽ അവർ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Careful when you come through my way. My body already know how to play. But work it, keep it tight every day. And I know you need a taste. Now, I'm falling in love. Give a little ooh, get it well done. Dance on my make a girl wanna run. We keep moving till the sun come up. Get high in the party. It's so fiesta. Blow out your candles and have a siesta. കാലം ആഗോള മാർക്കറ്റിൽ ലാഭം പെരുപ്പിക്കാൻ പെറ്റമ്മയെ പോലും വിൽപ്പന ചരക്കാക്കാൻ മടിക്കാത്ത സാംസ്കാരിക കേരളം. 66 കോടി അസുരന്മാരെ നിഗ്രഹിച്ചാടുന്ന ചാമുണ്ടിയോ ദൈവങ്ങളെ കാത്തോളണം എന്റെ മാറിനെ. കുന്നോളം കൂട്ടിയ തീയിലെ തെയ്യക്കോലം കിട്ടിയോർ ചാടുമ്പോൾ പൊള്ളിക്കല്ല എന്റെ ചാമുണ്ടിയെ. മിസ്റ്റർ പാർത്ഥസാരഥി, ഫാന്റാസ്റ്റിക്, ഐ ലൈക്ക് ഇറ്റ്. तुमको पाया है तो जैसे खोया हूँ, कहना चाहूँ भी तो तुमसे क्या कहूँ. ആസ്ത്രവും ചന്ദ്രഹാസവുമേകി ഇന്ദു ചൂടൻ ആ ചന്ദ്രഹാസത്താൽ ഇന്ദ്രനും മേലെയായി അംഗം ജയിച്ചവനായി രാജൻ. ാണിവനെന്ന സൂര്യനോട് അന്നേരം ചൊല്ലിനാൽ ദേവദേവൻ മന്ദഹാസം ചെയ്ത് ശംഭുവും വന്നേ തന്നോട് ചേർത്തു ശനീശ്വരനെ. കലിയുഗം വന്നതിൽ ജ്ഞാതിപനായി വാഴുക എന്നുള്ള വരവുമേകി.
ഗജമുഖനന്ദേരം കണ്ടങ്ങൾ കോണിച്ചു പാവകരി പട്ടാമ്പളമത് ചേരിപ്പനായി ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. ഒമാനിലെ തന്നെ ഏറ്റവും വലിയ യുവജനോത്സവമായിട്ട് മാറാൻ സോഹാർ മലയാളി സംഘത്തിൻ്റെ SMS യൂത്ത് ഫെസ്റ്റിവലിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസം, എല്ലാവരുടെയും വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് 4 വ്യത്യസ്ത വേദികളിൽ ഒരേ സമയത്ത് ഇങ്ങനത്തെ ഒരു യുവജനോത്സവം എനിക്ക് തോന്നുന്നില്ല ഒമാനിൽ എവിടെയും നടത്തിയിട്ടുണ്ടെന്ന്. 24 ജഡ്ജസിനെ കൊണ്ടാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യിച്ച ഈ രണ്ട് ദിവസത്തെ യുവജനോത്സവം. അതുപോലെ തന്നെ ഒരു ദിവസം നടന്ന ഓഫ് സ്റ്റേജിലും നമുക്ക് 935 ഈവൻറ്റ്സ് വേദിയിൽ കയറ്റാൻ സാധിച്ചു. അതൊരു ചരിത്രമാണ്. യുവജനോത്സവം ഒരു ചരിത്ര നിമിഷമാക്കാൻ നമ്മളോട് നിന്ന എല്ലാവരോടുള്ള കടപ്പാട് അറിയിക്കുകയാണ്. കൂടാതെ നമ്മുടെ ഈ മഹാമേളയുടെ വിധികർത്താക്കളായി വന്ന RLV രാമകൃഷ്ണൻ സർ, ഡോക്ടർ RLV രാമകൃഷ്ണൻ സർ, അദ്ദേഹത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തെ ഈ മേളയിലേക്ക് ഒരു ചീഫ് ജഡ്ജായി ലഭിച്ചത് തന്നെ ഈ മേളയുടെ മഹാഭാഗ്യമാണ്. വിധികർത്താക്കൾ ഓരോരുത്തരും കൂടിയുണ്ട്. ആദ്യമായി നമ്മുടെ ചീഫ് ജഡ്ജ് ഡോക്ടർ RLV രാമകൃഷ്ണൻ. നിങ്ങൾക്കൊക്കെ അറിയാം, എല്ലാ പ്രതിസന്ധികളോടും പടപൊരുതി ആർജവത്തോടെ ചങ്കുറപ്പോടെ നേരിട്ട ആ ആർജവത്തിന്റെ പേരാണ് ഡോക്ടർ RLV രാമകൃഷ്ണൻ. അദ്ദേഹത്തിന് ഒരു നിറ കയ്യടിയും. എല്ലാവരും നമ്മുടെ ബഹുമാനപ്പെട്ട ജഡ്ജസിന് ഒരു സ്റ്റാൻഡിംഗ് ഒവേഷൻ കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ധന്യമുഹൂർത്തത്തിൽ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. നിങ്ങൾ പറയുന്നു നിങ്ങളുടെ ഭാഗ്യമാണ് ഞങ്ങൾ വന്നത് എന്ന് പറയുമ്പോൾ അത് തിരിച്ചു പറയാനാണ് എനിക്കിഷ്ടം. ഞങ്ങളുടെ ഭാഗ്യമാണ് ഇവിടേക്ക് ഞങ്ങളെ ക്ഷണിച്ചത്. 10-11 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വരുമ്പോൾ കേവലം ഞാനും ശ്രുതിനാഥും അങ്ങനെ ദിൽന എന്ന് പറയുന്ന ഡാൻസ് ടീച്ചറും കൂടിയായിരുന്നു ഇവിടെ വന്നത്. ഞങ്ങൾ 3 വിധികർത്താക്കൾ മാത്രമേ അന്ന് വേദിയിലുണ്ടായിരുന്നുള്ളൂ. ഇന്ന് അത് വളരെ വളർന്നു വലുതായി. ഇത്രയധികം വിധികർത്താക്കളെ ഇവിടേക്ക് കൊണ്ടുവരേണ്ട സാഹചര്യവും ഈ കലോത്സവത്തിനുണ്ടായി എന്നുള്ളത് ഈ കലോത്സവത്തിൻ്റെ വിജയമായി കണക്കാക്കുന്നു. ഇതിന് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഓരോരുത്തരോടും, കാരണം ഇവിടെ വരുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും, ഇത് ഒരാളുടെ മാത്രം പ്രയത്നമല്ല, ഒരുമിച്ചുള്ളൊരു കൂട്ടായ്മയുടെ ഭാഗമാണ് ഇതിൻ്റെ വിജയം എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. ഞങ്ങൾ ക്ഷണിച്ചതിന് പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല. ബഹുമുഖ പ്രതിഭകളായി നാളത്തെ കലാലോകത്ത് മിന്നി തിളങ്ങുമെന്നതിന് ഈശ്വര സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരേ അഭിപ്രായം തന്നെയാണ്. കാരണം നൃത്ത മത്സരത്തിൽ പ്രത്യേകിച്ച് ഓരോ കുഞ്ഞുങ്ങളും കൃത്യമായി അവരുടെ പേരുകൾ അടയാളപ്പെടുത്തി വച്ചിട്ടുണ്ട്. കേവലം ഒരു 10 മിനിറ്റ് അവർ ചെയ്യുന്ന പ്രകടനത്തിൻ്റെ മാറ്റങ്ങളായിരിക്കാം ഒരു 1, 2, 3 സ്ഥാനങ്ങളിലേക്ക് പിന്തള്ളപ്പെട്ടു പോയത്, അല്ലെങ്കിൽ സമ്മാനം കിട്ടാതെ പോയത്. അവർക്കായിട്ട് ഞാൻ പറയുന്നു, ഞങ്ങളൊന്നും മത്സരിച്ച് സമ്മാനം നേടിയവരല്ല, തോറ്റു പിന്മാറിയവരാണ്. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ ഡോക്ടർ RLV രാമകൃഷ്ണനായി വന്ന് നിൽക്കുന്നത് എന്ന് പറയുകയാണ്. അതുകൊണ്ട് തോറ്റവർ അല്ലെങ്കിൽ
വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി ഇതിനെ കാണണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വലിയ വിഷമമുണ്ട് ഈ കൂട്ടായ്മ പിരിഞ്ഞു പോകുന്നതിൽ. മറ്റൊന്നുമല്ല, ഇവിടുത്തെ നിയമങ്ങൾ അത്രയും വലുതാണ്. കാരണം ഒരു പ്രാവശ്യം വന്ന വിധികർത്താവിനെ 11 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ തിരിച്ചു വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇനി വരുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും വയസ്സായിട്ടുണ്ടാവും. ഞാൻ പോയിട്ടുള്ള ഏറ്റവും വലിയ കലോത്സവ വേദിയാണ് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം. അത് കഴിഞ്ഞാൽ പിന്നെ കാണുന്ന വലിയ മത്സരം ഇവിടെയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനും വിധികർത്താവായിട്ട് ഇരിക്കാനും കഴിഞ്ഞത് വലിയൊരു ഭാഗ്യം. കാരണം ഇതിപ്പോൾ ഒരു വലിയ യൂണിവേഴ്സിറ്റിയാണ്. അതിലെ ഒരു പ്രിൻസിപ്പാളാണ് ഞാൻ പരിചയപ്പെട്ടപ്പോൾ ജയൻ ചേട്ടൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത് പറഞ്ഞപ്പോൾ വലിയ സന്തോഷം. കാരണം ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായി നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. കൂടാതെ കമ്മിറ്റിക്കാർക്കും ഒരു ബിഗ് സല്യൂട്ട്. കാരണം വളരെ പല സംഘടനകളിലും പ്രവർത്തിക്കുന്നുണ്ട്, എല്ലാം നമ്മൾ നാട്ടിലും UAE-യിലൊക്കെ ആയിട്ട്. പക്ഷേ ഇത്ര ചിട്ടയോടുകൂടി ഭംഗിയായിട്ട് നടക്കുന്നു. കലാതിലകം ഗോസ് ടു കുമാരി ദിയ ആർ നായർ. കലോത്സവത്തിൻ്റെ കലാപ്രതിഭ സായൻ സന്തോഷ്. സായൻ സന്ദേശാണ് കലാപ്രതിഭ. എല്ലാവരും വലിയൊരു കൈയടി കൊടുക്കാം. 9ാമത്തെ SMS യൂത്ത് ഫെസ്റ്റിവലിലെ കലാപ്രതിഭ സായൻ സന്ദേശ്. സർഗപ്രതിഭ ദിയ ആർ നായർ. കലാശ്രീ അമല ബ്രഹ്മാനന്ദൻ. ടൈറ്റിൽ കലാതിലകത്തിൽ മത്സരിച്ചതിൽ ജസ്റ്റ് വളരെ നിസ്സാര പോയിന്റിൽ പട്ടം നഷ്ടപ്പെട്ട് ഒന്ന് ഐശ്വര്യ സജിയാണ്. മോളുണ്ടെങ്കിൽ ദയവായ വേദിയിലേക്ക് വരണം. മാറിയത് എല്ലാവരും കൈയടി കൊടുക്കും. മോൾക്കും വളരെ നിസ്സാര പോയിന്റിൽ ഒരു കുട്ടിയും കൂടിയുണ്ട്, ദക്ഷിണ ദിനേശ്. മോളും വേദിയിലേക്ക് വരാനായിട്ട് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ കലാപ്രതിഭ പട്ടത്തിന് വളരെ നിസ്സാര പോയിന്റ് നഷ്ടപ്പെട്ട ഒരു കുട്ടിയുണ്ട്, ഗൗരി ശങ്കർ. മോനൊന്ന് വേദിയിലേക്ക് വരൂ. വലിയൊരു കൈയടി കൊടുക്കാൻ മോനും. അതുപോലെ തന്നെ വളരെ കടുപ്പമേറിയ മത്സരമായിരുന്നു കലാശ്രീക്കും. വളരെ നിസ്സാര പോയിന്റിലാണ് ടൈറ്റിൽ മാറിക്കൊണ്ടിരുന്നത്. നമുക്ക് ലക്ഷ്മി ദാസാണ് അതിൽ ഒരു കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നത്. മോളൊന്ന് വേദിയിലേക്ക് വരൂ. ഒരുമിച്ച് പോരാടിയ ഒരാൾ കൂടിയുണ്ട്, അഭിജിത്ത്. അഭിജിത്ത് വേദിയിലേക്ക് വരണം. വളരെയധികം അഭിമാനത്തോടു കൂടിയാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. നമ്മുടെ രാമേശ്വരൻ സാറ് പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ചരിത്രത്തിൻ്റെ ഭാഗമാണ്. സംസ്ഥാന കലോത്സവത്തിന് ശേഷം അദ്ദേഹം കണ്ട ഏറ്റവും വലിയ കലോത്സവം സോഹാർ മലയാളി സംഘത്തിൻ്റെ യൂത്ത് ഫെസ്റ്റിവലാണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. സോഹാർ മലയാളി സംഘത്തിൻ്റെ പ്രവർത്തകർ കഴിഞ്ഞ 3-4 മാസക്കാലത്തോളം ആത്മാർത്ഥമായി അധ്വാനിച്ചതിൻ്റെ ഫലം വൻ വിജയമായതിൽ നെറ്റിയിൽ വറ്റാത്ത വിയർപ്പും ചങ്കിലൊടുങ്ങാത്ത കിതപ്പുമായി ഇപ്പോഴും ഓടി നടക്കുന്ന ഈ ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. जम